ഇപ്പൊ തന്നെ എന്നെ കുറിച്ച് ഇല്ലാത്ത തള്ളുകഥയൊക്കെ പറഞ്ഞില്ലേ, വിശ്വസനീയമായി പറയാൻ പുള്ളിക്ക് പറ്റും. നാണം കെടുത്തരുത്, റോന്തിലെ മികച്ച ഡ്രൈവറാണെന്ന് ഞാൻ തള്ളിയിട്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് ആകാനുള്ള എല്ലാ സാധ്യതയുള്ള നല്ല പറയുന്ന ഒരു ഇടമാണത്. റോന്ത് സിനിമയുടെ വിശേഷങ്ങളായിട്ടൊരു റോന്ത് ചുറ്റാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഹിയർ ഇസ് ഷായി കബീർ ആൻഡ് റോഷൻ മാത്യു. ട്രെയിലറൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഹൗസ് ദ റെസ്പോൺസ്, എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഇപ്പോൾ? ഞങ്ങൾക്ക് കിട്ടുന്നത് ഹാപ്പിയാണ്. പുറത്തുനിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് പറയും. അതാണ് ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. റോഷൻ ഈ സിനിമയിൽ ഡ്രൈവർ ഡ്യൂട്ടിയിലാണ് പോലീസുകാരനായിട്ട് വരുന്നത്. ഇപ്പം സാധാരണ നമ്മൾ സിനിമയിൽ ഇപ്പം കൂടുതലും ഡ്രൈവിംഗ് സീൻസ് ഒക്കെ വരുന്നത് നമ്മൾ ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ച് എളുപ്പത്തിൽ ആക്ടേഴ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ റിയൽ ആയിട്ട് തന്നെയാണല്ലോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് ഒരു ത്രൂ ഔട്ട് ഒരു സിനിമ പെട്രോളിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പോലെ തന്നെ ആ സമയത്ത് അഭിനയിക്കുന്നത് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച് റോഷൻ നല്ല ഡ്രൈവറാണെന്ന് മനസ്സിലായി. കാരണം 2 ക്യാമറ ഫ്രണ്ടി, അതിനിടെ മഴ, ഫുള്ള് കവേഡ്, ഒന്നും കാണാതെ ആ വെളിയിൽ നിന്നൊരു റെഡ് ലൈറ്റ് അടിച്ചു കൊടുത്തിട്ട് അത് നോക്കിയാണ് റോഷൻ ഓടിച്ചോണ്ടിരുന്നത്. പലപ്പോഴും മുമ്പിൽ നമുക്ക് എസ്കോർട്ട് പോകുന്ന വണ്ടി, മുമ്പിൽ പോകുന്നതിന് പൈലറ്റ് എന്നാ പറയുന്നത്, പൈലറ്റ് പോകുന്ന വണ്ടി ഒരു ബ്ലിങ്കിങ് ബാറ്റൺ പിടിക്കും, അത് മാത്രം ഫോളോ ചെയ്ത് പോകും. അവര് സേഫ് ആണെങ്കിൽ നമ്മൾ സേഫ് എന്നുള്ള മൂഡാണ് നമ്മൾ പിടിക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ ശരിക്കും. കാരണം ഈ വണ്ടി ഞങ്ങൾ രണ്ടുപേരെ പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ വണ്ടിനെ നമ്മളെടുത്ത് ചുമ്മാ ഒരു ഫ്ലോറ് കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ ക്യാരക്ടറിനോട് ചെയ്യുന്ന തെറ്റായി പോകും. പിന്നെ ഈ സംഭവങ്ങളും അതിൽ നിന്നുണ്ടാവുന്ന ഇമോഷൻസും എല്ലാമായിട്ട് ഈ 2 ആൾക്കാർ തിരിച്ച് വീണ്ടും വീണ്ടും വന്ന് ഈ ജീപ്പിൽ കയറുന്നു എന്നുള്ളതിലാണ് ആ പടത്തിന്റെ ഒരു എക്സൈറ്റിംഗ് എലമെന്റ് കിടക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഡെഫിനറ്റ്ലി മൂവ്മെന്റ് തന്നെ വേണമായിരുന്നു. രാത്രി ആയതുകൊണ്ടും ഇരുട്ടി ആയതുകൊണ്ടും വേറെ അപകട സാധ്യതകളൊക്കെ കുറവായിരുന്നു കുറച്ച്. ഞങ്ങൾ ആക്ച്വലി ഷൂട്ട് തുടങ്ങുന്നതിന്റെ തലേന്ന് വണ്ടി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഷായി ഇമ്മീഡിയറ്റ്ലി എന്നെ കയറ്റിയിരുത്തിട്ട് ഒന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യമേ ഒരു ട്രയൽ എടുത്തു. അപ്പൊ തന്നെ ഗിയർ 2 പറിച്ചെടുത്തു. 2 ഗിയർ പറിച്ചെടുത്ത് വണ്ടിക്ക് പണിയായി. പഴയ വണ്ടിയാണല്ലോ, ഒന്ന് സെറ്റ് ആവണമല്ലോ ആദ്യം. നമ്മൾ ആ ഗിയർ കയ്യിൽ വഴങ്ങണം. അതെ. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഓടിച്ചു തുടങ്ങണം. ഇപ്പൊ വണ്ടി ഒരു ടേൺ ഒക്കെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 3 പോയിന്റ് ടേണിനകത്ത് ലാസ്റ്റ് ബിറ്റ് ആകുമ്പോൾ വണ്ടിയുടെ മൂവിങ്ങിൽ തന്നെ സ്റ്റിയറിംഗ് ഓപ്പോസിറ്റ് ഓടിച്ചു തുടങ്ങണം. അല്ലെങ്കിൽ ഒരാളുടെ കരുത്ത് വെച്ചിട്ട് ഈ സ്റ്റിയറിങ്ങിനെ വണ്ടി നിർത്തിയിട്ടിട്ട് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരവുമാണ്. അത് ക്യാമറയിൽ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. പ്ലേ കൂടുതലുള്ള സ്റ്റിയറിംഗ് ആയിരുന്നു. ഇപ്പോൾ ഇതിലെ പോലീസുകാർ ഇപ്പോൾ ഇതിലെ ട്രെയിലറിലൊക്കെ കാണുന്ന പോലെ വഴിയിൽ ചെക്കന്മാർ കൂടിയിരിക്കുന്നവരെ ഒന്ന് വിളിച്ച് വരട്ടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും പല സമയത്തും പോലീസുകാരുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? റോഷൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെറിയ ഹെൽമെറ്റ് എടുക്കാത്തതിനോ അങ്ങനെ എന്തെങ്കിലും എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടോ പോലീസ്? എത്ര എണ്ണം വേണം? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ചെന്നൈയിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ടൊരു വണ്ടി. ഞാൻ ഒരു 2 വീലർ ഒരുപാട് ചോദിച്ച്, പക്ഷെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മാത്രമേ അനുവദിക്കുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു വീട്ടുകാർ. അപ്പോൾ പലരും ആലോചിക്കും അത് ഭയങ്കര ലക്ഷറി ആണല്ലോ എന്നുള്ളത്. നമുക്ക് ആ സമയത്തൊരു ത്രില്ലെന്ന് പറഞ്ഞ ഒരു 2 വീലറാണ്. പക്ഷേ അപ്പോൾ ഈ മറ്റേ എയർപോർട്ട് റോഡിൽ, ഞങ്ങൾ കോളേജ് താമസിക്കുന്ന പല്ലാവരത്തായിരുന്നു. എയർപോർട്ട് റോഡിൽ ഈ വഴി മൊത്തം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. എയർപോർട്ട് റോഡിൽ റേസ് ചെയ്യുന്നതിന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാറും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു പഴയ ബുള്ളറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി റേസ് ചെയ്ത് പോവുക. ഇവൻ്റെ ബുള്ളറ്റ് എന്ന് വെച്ചാൽ ഇവൻ കോയമ്പത്തൂരിൽ നിന്ന്, ഇവൻ കുറേ നാളായിട്ട് ബൈക്ക് ഓടിക്കുന്ന, സ്കൂളിലൊക്കെ ആയിരുന്നു, ലൈസൻസ് ഒക്കെ ഉണ്ടാവുന്നവർക്ക് ഒരുപാട് മുമ്പ് മുതൽ ബൈക്ക് ഓടിക്കുന്നവനാ, ഭീകര എക്സ്പേർട്ടാണ്. അപ്പോൾ നമുക്ക് ഇവനെ ഒരു തുടങ്ങുമ്പോൾ പിടിക്കാൻ പറ്റൂല, പക്ഷെ നമ്മൾ കാറിലായതുകൊണ്ട് ഇവൻച്വലി പിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം പോലീസ് കൈ കാണിച്ച് നിർത്തിയത് തന്നെയാണ്, ഞാനായിരുന്നു മുമ്പിൽ പോകുന്നത്. അപ്പോൾ പുള്ളി ബാക്കിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഷുക്കെന്ന് പറഞ്ഞ് ഇവരങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഇവൻ ചോദിച്ചു എന്താ സംഭവം? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, കൂട്ടുകാരനാണ്, ഞങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് കാര്യമെല്ലാം പറഞ്ഞു. ചെന്നൈയിലെ പോലീസുകാരെ അങ്ങനെ ഡീൽ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് ആ സമയത്തേക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ തിരിച്ചു വന്ന് ഈ വണ്ടിയും കറക്കിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, സാർ കൈ കാണിച്ചത് ഞാൻ കണ്ടായിരുന്നു, എൻ്റെ അപ്പനും പോലീസിലാണ്, ബഹുമാനക്കുറവായിട്ട് തോന്നരുത്, വണ്ടിക്ക് ബ്രേക്ക് കിട്ടാഞ്ഞിട്ടാന്ന് പറഞ്ഞ് യൂട്ടേണൊക്കെ എടുത്ത് തിരിച്ചു വന്ന്. ഇന്നലെ പറഞ്ഞപ്പോഴാണ് നമ്മൾ 3 ഒരേ ഇൻസിഡന്റ് നേരിട്ടിട്ടെന്ന് അറിയാം. 3 പേരും. ഞാൻ 2000 മില്ലേനിയം പോലീസ് സ്റ്റേഷൻ്റെ അകത്തായിരുന്നു നൈറ്റ്. പോത്തേട്ടനും പറയുന്ന കേട്ടോ, ഒരു ന്യൂ ഇയർ കോട്ടയത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത്, കുമരകത്ത്. ഞാൻ ചെന്നൈയില്. ഷായിക്കയുടെ എന്തായിരുന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ ഒന്നുമില്ല, എൻ്റെ കുറച്ച് കൂട്ടുകാർ ഇല്ലിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടയത്ത്, അവിടുത്തെ ഗ്രൗണ്ട്. അപ്പം ഞാൻ ആലപ്പുഴക്കാരനാണ്. അവിടെ വന്നപ്പോൾ അവിടെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അവിടെ പോയി
ഇത് ഞങ്ങൾ മറ്റേ മെഴുതിരിയൊക്കെ വെച്ച് ഹാപ്പി മില്ലേനിയൊക്കെ അവിടെ ഗ്രൗണ്ടിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പോലീസ് വന്നു നിൽക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ഓടി, ഞാനും ഓടി. ഞാൻ 2 മതിൽ 3 മതിലയാടി നേരെ വന്നു നിന്ന പോലീസിൻ്റെ ആണ്. അവർ ഉദിച്ച് നോക്കിയാൽ വെള്ളം അടിച്ചിട്ടില്ലായിരുന്നു. പറഞ്ഞ് വീട് അവിടെ ആലപ്പുഴ, നീ ബസ് സ്റ്റേഷനിൽ ഇരുന്ന് രാവിലെ പോകാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടിരുത്തി. വേറെ ഒരു ശല്യമില്ലായിരുന്നു. എന്നെ തിരുവാൻമിയൂർ വെച്ചിട്ടാണ് പൊക്കുന്നത്. ഞങ്ങൾ കുറച്ച് കൂട്ടുകാരുണ്ട് അവിടെ. ഇതുപോലെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് തന്ന ഓപ്ഷൻ ഒന്നെങ്കിൽ വീട്ടിൽ വിളിച്ച് പറയും ഇപ്പം, അല്ലെങ്കിൽ ഇന്നിവിടെ നിന്നിട്ട് നാളെ രാവിലെ പൊക്കുവോ, അതാവുമ്പോൾ നിങ്ങൾക്കും പ്രശ്നമില്ല. ഞാൻ ഓക്കെ, വീട്ടിലൊന്നും വിളിക്കണ്ട. വീട്ടില് പോലീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വേറെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ആദ്യം വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ. അത്ര ഇത് ഇവര് നേരെ വിളിച്ചിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനാണല്ലോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാൻ സ്ഥലമില്ല. സ്റ്റേഷൻ്റെ അകം മൊത്തം ആൾക്കാർ, പുറത്ത് മുറ്റത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിട്ടിരുന്നു എന്നുള്ള സീനിലാണ് അവര്. ഭയങ്കര എൻജോയബിൾ ന്യൂ ഇയർ ആയിരുന്നു അതും. പിന്നെ ഇതില് നിങ്ങൾ ഇതിന്റെ ഷൂട്ടിന്റെ മുന്നേ പെട്രോളിങ്ങിന് ആയിട്ട് അങ്ങനെ രാത്രി ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ ഷൂട്ടിനായിട്ട്? ഞങ്ങൾ ആക്ച്വലി എനിക്ക് റോഷനും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ, റോഷൻ എന്ന് പറഞ്ഞ ആളെ അറിയാം. ഞങ്ങൾ കഥ പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറം എൻ്റെ സ്വഭാവവും കുറച്ചൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണം. ഇങ്ങനെ സ്വഭാവം എനിക്ക് കുറച്ച് മനസ്സിലാക്കണം. ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടേ ഒരു സിനിമ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പെട്ടെന്നൊരു അപരിചിതനായ ഒരാളുമായിട്ട് ഡീൽ ചെയ്യാൻ ഭയങ്കര പാടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി റോഷനെ ക്യാമ്പ് കാണിക്കാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചാൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഭയങ്കര മെമ്മറബിൾ രാത്രിയായിരുന്നു. കാരണം ഞാൻ അവിടെ പല കൂട്ടത്തിലും പോയി ഷാഹിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കറക്റ്റ് ആളാരാണെന്ന് പിടികിട്ടി. എന്നുവെച്ചാൽ നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സിന് മാത്രം തരാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, ആ പരിപാടി എനിക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ മണിയാർ എത്തുന്ന സമയം പോലും ഞങ്ങൾ ചില്ല. പിന്നെ രാഷ്മാന്ന് പറഞ്ഞ മനോഹരമായ ഡയലോഗ് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയ ഡയലോഗ് വളരെ സത്യമാണല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ അതെന്താണ് പറയാൻ പറ്റത്തില്ല. ഭാര്യയും പിള്ളേര് അങ്ങനല്ല, ഒന്ന് എറിഞ്ഞു നോക്കിയതാ. അല്ല, അതായത് ഞാൻ ഷൈനെ മീറ്റ് ചെയ്യുന്ന ആദ്യം എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷ് മാധവൻ വഴിയാണ്. രാജേഷാണ് ഞങ്ങൾക്ക് ഇൻട്രോ ഒക്കെ തരുന്നത്. ആ സമയത്ത് ഷായിക്ക് ഇങ്ങനെ ഒരു കഥ പറയാൻ താല്പര്യമുണ്ടെന്നുള്ളത് രാജേഷിനറിയാം, ഷായിക്കറിയാം, എനിക്കറിയത്തൊന്നുമില്ല. ഞാനപ്പോൾ ഷായിയുടെ പടങ്ങളൊക്കെ കണ്ട് ഭയങ്കര വലിയ ആരാധകനാണ്. അപ്പോൾ കഥ പറയാൻ ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായി. നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ. നമുക്കവിടെ ഒരു ജോലിയില്ല, ചുമ്മാ പോയി കഥ കേട്ടാൽ മതി, എങ്കിലും ഒരു ടെൻഷൻ വരും. അപ്പോൾ ഞാൻ രാജേഷിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കിനും രാജേഷ് പറഞ്ഞു, ഇല്ല റോഷ ഒന്നുമില്ല, ഷാഹി കണ്ടാലൊരു ആയിട്ട് തോന്നുമെങ്കിലും വേറൊരു വാക്കാണ്, അതെ വേറൊരു വാക്കാണ്, പക്ഷെ മനസ്സ് നല്ലതാ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സാധനം ഷായിക്കൊരു മോട്ടോ പോലെ വെച്ചിട്ടാണ് പോകുന്നത്. ഇത് കറക്റ്റ് കത്തുന്നത് അന്ന് ആലപ്പുഴ രാത്രി പോയപ്പോഴാണ്. പിന്നെ ഷായിക വേറൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു, ഇതിന്റെ 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഫെസ്റ്റിവൽ സിനിമാസും ജംഗ്ലി പിക്ചേഴ്സ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്നു. അവരുടെ അടുത്ത് കഥ പറഞ്ഞത് റോഷനാണെന്ന് പറഞ്ഞത്. ഉറപ്പായിട്ടും ആ റിസ്കിന്റെ എന്ത് റിസ്കാ പുള്ളി എടുത്തെന്ന് പുള്ളിക്ക് അന്ന് മനസ്സിലായില്ല. ഒരു ഡയറക്ടർ റൈറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് പിച്ച് ചെയ്യാണല്ലോ, അത് നമ്മള് റൈറ്റർ ഡയറക്ടർ എന്നുള്ള രീതി നമ്മുടെ ഒരു ബേബിയാണല്ലോ പ്രസന്റ് ചെയ്തത്. അത് വേറൊരാൾ പ്രസന്റ് ചെയ്യുമ്പോൾ അത് കൂടെ ഇരുന്ന് കാണുന്നു എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് റോഷൻ പ്രസന്റ് ചെയ്തത്? റോഷന്റെ പ്രസന്റേഷനാണ് ഈ പടം ഓണായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം റോഷൻ ഒരു ഡയറക്ടറൽ മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. പുള്ളി നാടകം ഇപ്പൊ ഡയറക്ട് ചെയ്യുന്നത്. പുള്ളിക്ക് ഒരു കഥ പ്രസന്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് അറിയാം. ഇപ്പൊ തന്നെ എന്നെ കുറിച്ച് ഇല്ലാത്ത തള്ളുകഥയൊക്കെ പറഞ്ഞിട്ട് വിശ്വസനീയമായി പറയാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്. നൈസായിട്ട് ഇല്ലാത്തതാക്കി അതൊക്കെ. അപ്പോഴേക്കും റോഷന് അത്രയും സ്ക്രിപ്റ്റ് അത്രയും ബൈ ഹാർട്ട് ആയിരുന്നു, ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിൽ ഇല്ല. ഞങ്ങൾ അവരോടൊരു 10 മിനിറ്റ് തരാമോ എന്ന് ചോദിച്ചു. ഞാനും ഷാഹി മാറി ഒരു ബാൽക്കണി പോയിട്ട് ഷാഹിൻ ടെൻഷൻ, ഞാനും ഭയങ്കര ടെൻഷൻ. നോക്കി ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ റോഷൻ ഡീൽ ചെയ്തത് സിമ്പിളായിട്ടല്ല. കാരണം എനിക്കൊക്കെ ഭയങ്കര പ്രശ്നമുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ മുഖത്ത് നോക്കി നമുക്ക് കഥ പറയാം. ഒരു 10-15 പേര് ചുറ്റും റൗണ്ട് ടേബിളിൽ ഇരുന്നിട്ട് റോഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര എഫർട്ട്. ചിലപ്പോൾ ഞാൻ കഥ പറഞ്ഞാൽ പാളിപ്പോയാണ്. കാരണം എനിക്ക് അത്രയും പേരെയും ഡീൽ ചെയ്യാൻ പറ്റില്ല. റോഷന് നാടകമൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനത്തെ പ്രശ്നമില്ല. ഇപ്പം അതേപോലെ കഴിഞ്ഞ ആഴ്ച റോഷന്റെ പ്ലേ ഞാൻ 2 തവണ ബുക്ക് ചെയ്ത് എനിക്ക് കാണാൻ വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഏറ്റവും 3ാമത്തെ തവണയാണ് കാണുന്നത്. ഗംഭീരമായിരുന്നു, അതിഗംഭീര നാടകമായിരുന്നു. ഭയങ്കര നമ്മളൊരു വല്ലാത്തൊരു ലോകത്തേക്ക്, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഭയങ്കര ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നായിരുന്നു. ഇപ്പോൾ റോഷന്റെ ഉള്ളിലൊരു ഡയറക്ടോറിയൽ സ്കില്ല് നമ്മളെല്ലാവരും ഇപ്പോൾ കൊച്ചിയിലുള്ള ഒരു വലിയ പെർസെൻറ്റേജ് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഷായിക്കയും പറഞ്ഞു ഉള്ളിൽ ഒരു ഡയറക്ടർ ഉള്ള ആളാണ് റോഷൻ എന്നുള്ളത്. അങ്ങനെ പ്ലാൻസ് ഉണ്ടോ? എന്താണ് ഷായിക്കൊക്കെ ഉള്ള അഭിപ്രായം റോഷനെ പറ്റി ആസ് എ സ്റ്റോറി ടെല്ലർ, നാടകത്തിനെ പറ്റിയുള്ള അഭിപ്രായം? നാടകം ഞാൻ പോയി കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് റോഷനെ അനുമോദിക്കാൻ ചെല്ലുന്നു.
അപ്പോൾ ഞാൻ റോഷനെ ഭയങ്കര ഇഷ്ടമായിട്ട് റോഷൻ പറഞ്ഞു ചുമ്മാ കള്ളം പറയരുത്, നിങ്ങൾക്ക് ഇതൊക്കെ ഈ ലൈറ്റ് പരിപാടി. ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഡാർക്ക് കോഡം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എനിക്കിത് എൻജോയ് ചെയ്യാൻ. അതാണ് കോമഡി. നിങ്ങൾ ഇവ നുണ പറയേണ്ടത്. ഒരു മറ്റേ ഈ ജംഗ്ലിയുടെ നരേഷിന്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ഇതിന്റെ റിസ്ക് എന്താണെന്ന് അറിയാതെ ഇത് ഏറ്റെടുത്ത ഒരാളാണ്. ഇവരെല്ലാരും കൂടി ഒരു സൈഡിലേക്ക് മാറുന്നുണ്ട്, എന്നാൽ നീ പറയടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങി. ഞാൻ ഇതിന്റെ ഡയറക്ടർ ആയി പോയതാണ് ആദ്യത്തെ നാടകത്തിന്റെ. രണ്ടാമത്തേത് ഞാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പൊ ഇവരൊക്കെ അതിലെന്തെങ്കിലും നല്ലതുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കൊരു റീകൺഫർമേഷൻ ആവശ്യമായിട്ട് വരും. അതെല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൻ്റെ അകത്ത് മറ്റേ പെൺകുട്ടിയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല, അവളൊക്കെ ഭയങ്കര സീരിയസ് മോഡായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അശ്വതി, ദർശന, ഇവരൊക്കെ ഭയങ്കര സീരിയസ് മോഡ് ആൾക്കാരാണ്. പക്ഷെ ഇവര് ഭയങ്കര ശരിക്കും ഭയങ്കര എല്ലാവരും അതിൻ്റെ അകത്ത് എല്ലാവരും വർക്കായി. പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഈ സീരിയസ് സിനിമകൾ മാത്രം അഭിനയിച്ച് ഞങ്ങളും ഇത് മതിയായി ഇരിക്കുന്ന ആൾക്കാരാ. കുറച്ച് ചിരിക്കാൻ കൊതി വരുന്നു. ഞങ്ങൾക്കും ഉണ്ടെന്നേ ഒരു ഫൺ സൈഡൊക്കെ. അപ്പൊ ഇതിനൊക്കെ ഒരു ഔട്ട്ലെറ്റ്, ആർട്ടൊരു ഔട്ട്ലെറ്റും കൂടെ ആണല്ലോ. അപ്പൊ അത് ഈ നേരെ പോകണ്ട, നമുക്ക് ലെഫ്റ്റ് പോവാം. ഷായിക്കപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ ഡാർക്ക് സിനിമകളുടെ ആളാണെന്ന് പറയപ്പെടുമ്പോൾ ഷായികയ്ക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റ് ഹാർട്ടഡ് സിനിമകൾ ഏതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? എനിക്ക് സന്ദേശം, നാടോടിക്കാറ്റ്, ഇതൊക്കെ ഇൻഹരിഹർ നഗർ, ഈ സാധനമൊക്കെ എപ്പോൾ ടി വി കണ്ടാലും ഇപ്പോഴും ഇരുന്ന് കാണും. അങ്ങനെ എത്ര ആയാലും അത് എൻജോയ് ചെയ്യാൻ പറ്റും. CID മൂസ, പറക്കും തളിക, ഭയങ്കര എല്ലാം. ഇപ്പോൾ സൺമൺസ് ഉള്ളവർക്ക് സമാധാനം, ആ ഒരു കാലഘട്ടത്തിൽ ആലേട്ടൻ്റെ എല്ലാ പടവും എന്തും പുള്ളിയെ കണ്ടോണ്ടിരിക്കുക ഭയങ്കര രസമായിട്ട്. അങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ളതാണ് ആ ഫണ്ണും. അന്നൊക്കെ ഡാർക്ക് കോഡം ഞാൻ കാണത്തേറ്റായിരുന്നു. നമ്മൾ പറയത്തില്ലേ, എല്ലാം ഇവിടെ ഇപ്പോൾ ഹ്യൂമർ ചെയ്യാൻ, മാസ്, എല്ലാത്തരം പടങ്ങൾ ചെയ്യാൻ എല്ലാത്തരം സംവിധാനമുണ്ട്. ഡാർക്കിന്റെ സ്പേസ് അവിടെ ഫ്രീയാ. ഞാൻ നോക്കുമ്പോൾ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഫീൽഡാണ് ഇത്. ഞാനങ്ങ് എടുക്കുക. നിങ്ങള് ഇപ്പോൾ കൊച്ചിയിൽ കറങ്ങുമ്പോൾ ഉള്ള ഫേവറേറ്റ് ഫുഡ് സ്പോട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതൊക്കെയാണ് സ്ഥിരം പോകുന്ന സ്ഥലങ്ങൾ? എനിക്ക് തോന്നുന്നു നായാട്ടിനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വന്നു, ഞാനും മടിഞ്ഞാനെല്ലാം കൂടെ. അപ്പം ഞാനെന്തോ ഞാൻ ഈ പറയുന്ന മസാല ദോശ എന്തോ നെയ്റോസ്റ്റ് റോഡിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് തട്ടുകട. കുറെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചിരിക്കുമ്പോൾ മാട്ടിച്ചേട്ടൻ വീഡിയോ എടുക്കുക. കാരണം ഞാൻ വേറെ ലോകത്തിരുന്നിട്ട് ആ ചമ്മന്തി പോലും മുക്കിയിട്ടില്ല. ഭക്ഷണത്തെ ഇച്ചിരിയെങ്കിലും ബഹുമാനിക്കടാ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫുഡ് അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ആളല്ല. കിട്ടുന്ന എന്തും കഴിക്കുക എന്നുള്ളത്. റോഷനോ? ഞാനിവിടെ ഇപ്പൊ നല്ല നമ്മുടെ ഇതുണ്ടല്ലോ, ആ വാഴക്കല പോകുന്ന റോഡിലുള്ള നല്ല പൊറോട്ടയും ബീഫും ഒക്കെ. ആബിദ, പിന്നെ ബാലൻചേട്ടൻ്റെ കട, ഇതൊക്കെയാണ് എൻ്റെ പൊറോട്ട ബീഫ് സ്പോട്ടുകൾ. സാധാരണ പുറത്തു പോയി കഴിക്കാം എന്ന് തീരുമാനിക്കുന്നത് ഒരു നല്ല പൊറോട്ടയും ബീഫും കഴിക്കാം എന്ന് തോന്നുമ്പോഴാണ്. പിന്നെ ഈ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. എനിക്കൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുള്ളത് ഈ ബാലൻചേട്ടൻ്റെ കടയും പിന്നെ മറ്റേ ഫ്രഞ്ച് ടോസ്റ്റ്, അവിടെ കോസിലെ കാപ്പി, ബിയോണ്ട് ബർഗിലെ ഒരു പസ്ത്രാമി സാൻഡോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബാലൻചേട്ടൻ്റെ കടയാണ് ഐ തിങ്ക് മോസ്റ്റ് കൺസിസ്റ്റന്റ്. നമുക്കിനി ഇതില് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദിലീഷ് പോത്തൻ എന്ന പോത്തേട്ടനെ കാണാനായിട്ട് നമുക്ക് പോവാം. സോഷ്യൽ കിച്ചൺ എന്ന് പറയാൻ കാരണം എന്താ? കമ്പൈൻഡ് ടേബിളുകളാ? ഈ മറ്റേ സ്റ്റാൻഡിങ്. ഓക്കെ. ഇവിടെ എന്ത് ടൈപ്പ് ഫുഡാ? ഇവിടെ വെജാ, ദോശയും പരിപാടിയൊക്കെ തന്നെ, ഫിൽറ്റർ കോഫി ആണല്ലേ? ആര് പാർക്ക് ചെയ്യും? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാണം കെടുത്തരുത്, റോന്തിലെ മികച്ച ഡ്രൈവറാണെന്ന് ഞാൻ തള്ളിയിട്ടിരിക്കുക. അതെ, ഇത് കേറിയില്ലെങ്കിൽ കട്ട് ചെയ്തേക്കണേ. കേറുന്ന ഷോട്ട് എടുക്കാനായിരുന്നു. എല്ലാം തന്നെ പോയി എടുക്കണം. വെള്ളം വേണം. ഹായ് ദിലീഷ് ചേട്ടാ, നമസ്കാരം. നമ്മളിങ്ങനെ ഒരു കറക്കമൊക്കെ ഇറങ്ങി ദിലീഷ് ചേട്ടനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഷായിക തുടങ്ങുന്നത് ദിലീഷ് ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. അസിസ്റ്റൻ്റ് ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഫീലിംഗ് ആസ് എൻ ആക്ടർ?
അങ്ങനെ ഒരു ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ എപ്പോഴും ഡയറക്ട് ചെയ്യുമ്പോൾ എന്റെ കൂടെയുള്ള ഒരു ടീം വർക്ക് ആണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറ്. അങ്ങനെ ഒരു ഡയറക്ടർ അസിസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മളൊരു എല്ലാവരും കൂടെ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനൊരു കൂട്ടം ആൾക്കാർ പോകുന്നു എന്നുള്ളൊരു ഫീലാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറ്. അതുകൊണ്ട് അതിനെ അങ്ങനെ ഭയങ്കരമായിട്ട് തരംതിരിച്ച് ഞാൻ കാണുന്നില്ല. ഇപ്പം തൊണ്ടി മുതലിൽ വരുമ്പം ഷാഹിയുടെ ടാലന്റിനെയോ ഷാഹിയുടെ കപ്പാസിറ്റിനെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ എന്നതിനപ്പുറത്ത് റോന്തിലെത്തുമ്പോഴത്തേക്കും ഷാഹി വളരെ പ്രൂവ്ഡ് ആയിട്ടുള്ള ഡയറക്ടറും റൈറ്ററും ആയിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഷാഹിയുടെ അതുവരെയുള്ള വർക്കുകൾ, ഷാഹി എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, ഡയറക്ട് ചെയ്ത ഇത് നമ്മൾ കണ്ട് നമുക്ക് ഷാഹിയോട് ഒരു ഉണ്ടായിട്ടുള്ള റെസ്പെക്ട് ഒക്കെ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതോടുകൂടി തന്നെയാണ് അതിനെ സമീപിക്കുന്നത്. റോഷനുമായിട്ടുള്ള ഒരു കെമിസ്ട്രി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണോ? അത്രയും നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന പോലീസുകാരായിട്ടാണ് നിങ്ങൾ സീനിയറും ജൂനിയറും ആയിട്ടുള്ളൊരു ത്രൂ ഔട്ട് ദി സിനിമ നിങ്ങൾ തന്നെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇത് ഡിസ്കസ് ചെയ്ത് ഫോം ചെയ്തെടുത്തതും എങ്ങനെയാണിത്? ഏതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം കോ ആക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ പോലെ നമ്മുടെ ഡയറക്ടർ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കോ ആക്ടർ. ഇപ്പം ഇന്നലെ ഏതോ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ആരെന്നെ വിളിച്ചു നിങ്ങൾ മത്സരിച്ച് അഭിനയിക്കാൻ ഒരു കോമ്പറ്റീഷൻ ആണ്. പക്ഷെ എങ്ങനെ മത്സരിച്ച് അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വേർഡ് പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് റോങ് ആണ്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആക്ടർ നന്നായിട്ട് അഭിനയിച്ചത് നമുക്കാണ് ഗുണം കിട്ടുക. കാരണം ഇതൊരു ഇമോഷന്റെ ഇങ്ങനെ അല്ലേ, കൊടുക്കൽ വാങ്ങൽ തന്നെയാണ്. റോഷൻ എന്നോട് നന്നായിട്ട് ചൂടായാൽ അതിൽ ഞാനൊന്ന് പതറണമെങ്കിൽ എനിക്കത് എളുപ്പമാണ്. എത്രയും നന്നായിട്ട് അയാൾ പെർഫോം ചെയ്യുന്നത് എന്നെ അത് സഹായിക്കുകയാണ് ചെയ്യുക. തിരിച്ചു അങ്ങനെ. അപ്പോൾ ഈ 10-60 ദിവസമുണ്ട്. 10-60 ദിവസം ഈ രണ്ട് ക്യാരക്ടേഴ്സും ഈ അപ്പുറത്തെ സീറ്റിലിരുന്ന് അധികവും അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഇൻട്രാക്ഷനുമായിട്ട് പോകണം. അപ്പം സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് ആകാനുള്ള എല്ലാ സാധ്യതയുള്ള അല്ലേ പറയുന്ന ഒരു ഇടമാണത്. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. റോഷൻ ഒരു ആക്ടർ എന്ന നിലയിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, ഭയങ്കര പ്രിപ്പറേഷൻ ആണ്. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നുമില്ല. പലപ്പോഴും നമ്മൾ ആക്ട് ചെയ്യുമ്പോഴൊക്കെ ആലോചിക്കണം, ചിലപ്പോൾ നമ്മളിങ്ങനെ ക്വാർട്ടറോടെ ഇങ്ങനെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ക്യാരക്ടറിലേക്കൊന്ന് എത്താൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മനസ്സിൽ. അപ്പം എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടിട്ടുള്ള വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് ക്വാർട്ടറുകൾ പലപ്പോഴും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ റോഷനൊക്കെയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെയാണ്, ആ ക്യാരക്ടറിനകത്താണ്. ഓരോ സെക്കൻഡിൽ ഇപ്പോൾ സംസാരിക്കുമ്പോഴും ഇതിനകത്ത് ഇതുമായി ചിത്രപ്പെട്ട് ആ സീനിനെ കുറിച്ചോ അടുത്ത ക്യാരക്ടറിന്റെ അടുത്തൊരു മൊമെന്റിനെ കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ രണ്ട് ആക്ടേഴ്സ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന ആക്ടർക്കാണ് ഏറ്റവും നന്നായിട്ട് അയാളുടെ പെർഫോമൻസിനെ വിലയിരുത്താൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇമോഷൻ ഏറ്റവും കൂടുതൽ കിട്ടേണ്ട എനിക്കാണ്. എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കത് തോന്നുന്നു അത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയാൽ എനിക്ക് അവിടെ ആക്ടർ എന്നുള്ള രീതിയിലാണോ ഡയറക്ടർ എന്നുള്ള ഇമോഷനാണോ? ആക്ടർ എന്ന രീതിയിൽ നമുക്ക് കൊള്ളണമല്ലോ. ആക്ടർ എന്ന രീതിയിൽ റോഷൻ പറഞ്ഞ ആ ലൈൻ എനിക്ക് കൊള്ളണമല്ലോ. അതെനിക്ക് കൊണ്ടോ എന്നുള്ളത് റോഷന്റെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇരിക്കും. കൊണ്ടില്ലെങ്കിൽ ഞാൻ അതിലും കൂടി അഭിനയിക്കണം, പണിയെടുക്കണം. അപ്പൊ അത് നമുക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴും ഞാൻ പൊതുവേ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് മോണിറ്ററിൽ ഇരിക്കൽ ഭയങ്കര കുറവായിട്ടുള്ള ഡയറക്ടറാണ്. ഞാൻ എപ്പോഴും ആ പെർഫോമൻസ് നേരിട്ട് കാണാനാണ് ഞാൻ വന്ന് നിൽക്കും. ആ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് ആ എക്സ്ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. ഈ ആക്ടറിൽ നിന്ന് അടുത്ത ആക്ടറിലേക്ക് ആ ഇമോഷൻ പോകുന്നത് നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റും നേരിട്ട് കാണുമ്പോഴെന്ന് എനിക്ക് തോന്നാനാണ്. ഇപ്പോൾ മോണിറ്ററിന്റെ പരിമിതികളിൽ നിന്ന് കാണുമ്പം ഒരു പെർഫോമൻസ് ആയിട്ട് മാത്രമേ കാണുള്ളൂ. പക്ഷേ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഓവർ ദ ഷോൾഡർ ക്യാമറ ആക്കുകയാണെങ്കിൽ നമ്മളെ ക്യാമറയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ആക്ടർ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഏറ്റവും അടുത്ത് നമുക്ക് കിട്ടും ആ പെർഫോമൻസ് എങ്ങനെയുണ്ടാവും. ഇപ്പം നിങ്ങളുടെയൊക്കെ ഇപ്പം ഇതൊരു പോലീസ് സിനിമ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് പോലീസ് സിനിമകൾ മലയാളമായാലും അല്ലെങ്കിൽ പുറത്തുള്ളതായാലും ഏതൊക്കെ ആയിരിക്കും എന്നുള്ളതെന്ന് അറിയാം. ഒരു കൗതുകം ഷാഹിക്കയുടെ എസ്പെഷ്യലി. അത് ആസ്വദിച്ചിട്ടുള്ള സിനിമകൾ ഉറപ്പായിട്ട് കമ്മീഷണറൊക്കെ പോലുള്ള സിനിമകൾ ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ KGR സാറിൻ്റെ യവനിക അങ്ങനെയുള്ള സിനിമകളിലെ പോലീസ് ക്യാരക്ടേഴ്സൊക്കെ കുറച്ചുകൊണ്ട് സ്വാധീനിച്ചിട്ടുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ ഏതാണ്ട് റീസെന്റ് ടൈമിൽ നായാട്ട്, തൊണ്ടി മുതല്, പിന്നെ മറ്റേ പുറത്തുനിന്നുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. പിന്നെ വിചാരണയൊക്കെ തമിഴിലെ വിചാരണ പോലുള്ള സിനിമ, പഴയ കുറച്ചുകൂടെ സ്പൈഡോഗ്, ട്രൂ ഡിറ്റക്റ്റീവ് ഫസ്റ്റ് സീസൺ, പിന്നെ ഇത് സ്ട്രോങ് ഹോൾഡ് എന്ന് പറഞ്ഞു. ഇത് ഫ്രഞ്ച് പടങ്ങൾ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു തൊണ്ടി മുതലൊക്കെ തൊട്ടാണ് നമ്മൾ അതുവരെ കണ്ട ഒരു സിനിമ പാറ്റേണിലുള്ള പോലീസ് സിനിമകൾ മാറി ഒരു കുറെ കൂടെ ഒത്തന്റിക് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത്, ആക്ഷൻ ഹീറോ ബിജു, തൊണ്ടി മുതൽ ഇതൊക്കെ കണ്ടാണ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള. പിന്നെ കുറെ കൂടെ ഒത്തന്റിക് ആയത് നായാട്ടൊക്കെ കണ്ടപ്പോൾ നമ്മൾ വേറെ തന്നെ ഇവരുടെ ഉള്ളിലെ ട്രോമയും ഒക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് അപ്പത്തിട്ടായിരുന്നു. തൊണ്ടി മുതൽ അങ്ങനെ ഒരു പ്രത്യേക കെയർ എടുക്കണം എന്ന്, ഡിഫറെന്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നല്ല, ആ കഥ ഡിമാൻഡ് ചെയ്തിരുന്നതാണ്. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കേരളത്തിൽ ഉണ്ടായാൽ അതൊരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ആ സിനിമ പൊളിറ്റിക്കലി സംസാരിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒതന്റിക് ആയിട്ടും
റിയൽ ആയിട്ടും തന്നെ സംഭവിച്ചാൽ അതിൽ പ്രത്യേകതയുള്ളതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പലപ്പോഴും സിനിമയ്ക്കകത്ത് ഒരു കാര്യമില്ലാതെ പോലീസുകാർ ഒന്ന് ചൂടാവും. അത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. കാരണം വെറുതെ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഇതൊന്നും ആക്ച്വലി നടക്കുന്നില്ല. സിനിമയിൽ അങ്ങനെ കാണിച്ചു പക്ഷേ ഇപ്പുറത്ത് പോലീസുകാർക്കൊരു വിഷയമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ സിനിമയിലെ പോലീസിനെ തന്നെ കണ്ടിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒക്കെയുള്ള സാധ്യതകളാണ്. ആളുകളുടെ ഇടയിൽ തന്നെ പോലീസുകാരെ പറ്റി ഒരു ജഡ്ജ്മെന്റ് വേറെ രീതിയിൽ ശരിക്കും നമ്മൾ ലൈഫിൽ പോലീസുമായിട്ട് ഇടപെടുന്നതിലും കൂടുതൽ എന്തായാലും സിനിമയിൽ അവരെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചാണ് CIക്ക് തോക്കില്ലെന്ന്. ഈ തോക്ക് അവിടെയാണെന്നും ഇത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ റൗണ്ട് എണ്ണി വാങ്ങിക്കണമെന്നും ആവശ്യമില്ലാതെ ഇത് വാങ്ങിച്ചാരും കൈ വെക്കത്തില്ലെന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ശരിയാ, പണ്ടൊക്കെ എല്ലാവരുടെയും മറ്റേ ബെൽറ്റിലും മറ്റേ സാധനമൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സീനിലും. കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു റോസ്റ്റ് വീഡിയോ കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് ഇതേപോലെ ഇയാളാണ് DIGയുടെ യൂണിഫോം ഇട്ട് വന്നിരിക്കുന്ന SP റോസ്റ്റാണ് അതിനകത്ത് ഞാനിങ്ങനെ കണ്ടത്. നോക്കുമ്പോൾ DIGയുടെ യൂണിഫോം ആണ് ഇട്ടിരിക്കുന്നത്. അത് ഏറെക്കുറെ സിനിമകളിലും യൂണിഫോം ആര് എന്തെന്ന് ഓരോ സീനിലും ചിലപ്പോൾ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. എനിക്കതിപ്പോ തൊണ്ടിമലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ആൾക്കാർ ഇത് പിക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം ഇപ്പൊ എല്ലാരും കൃത്യമായി അത്യാവശ്യം ഫോളോ ചെയ്യുന്നു. ഞാൻ നേരത്തെ ഇവരുടെ അടുത്ത് ചോദിച്ചു, ഇപ്പോൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് പോലീസ് പിടിച്ച ഒരു അനുഭവം കോട്ടേന്റെ കഥ കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ പറഞ്ഞില്ല, ന്യൂ ഇയറിനാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. കുമരകം പോലീസ് സ്റ്റേഷനിൽ ഒരു ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട്. എല്ലാവർക്കും 3 പേർക്കും ഒരേപോലെ. ഞങ്ങൾ 3 പേരും ന്യൂ ഇയറിനകത്ത് കിടന്നവരാണെന്ന് തിരിച്ചറിഞ്ഞു. അത് ഒരുപാട് പേരുണ്ടാവുന്നേ, ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കഥയായിരിക്കും. അങ്ങനെയൊന്നുമില്ല, വെറുതെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് എൻ്റെ 1-2 സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങള് കുമരകത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് അന്നിങ്ങനെ അവിടെ ചെന്ന് ഇച്ചിരി ഡ്രിങ്ക്സ് കള്ളു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മദ്യപിച്ചിട്ട് തിരിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ചതാണ്. കോട്ടയത്തിൻ്റെ ഒരു ഓട്ടോ വിളിച്ചു. ഞങ്ങൾ വണ്ടിയൊന്നും ഞങ്ങളുടെ ഇല്ല. ഓട്ടോ വിളിച്ച് പോയ വഴിക്ക് പക്ഷേ ഓട്ടോക്കാരെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് പിടിക്കുന്നത്. എന്നാൽ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓട്ടോ വിളിച്ചതാണ്. പക്ഷെ നിങ്ങൾ മദ്യം, ഓട്ടോക്കാരൻ്റെ മദ്യം മൊത്തം കുഴപ്പമാണ്. ഒരു കാര്യം ചെയ്യും, കുഴപ്പമൊന്നുമില്ല, സ്റ്റേഷനിൽ വന്ന് ഇരുന്നിട്ട് നമുക്ക് രാവിലെ പോവാം, ഈ രാത്രി ഒട്ടും സേഫ് അല്ല യാത്ര അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെയാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുപോയി. ബോംബെയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി, വാടക വീടാം. അപ്പോൾ എൻ്റെയും എൻ്റെ റൂംമേറ്റിൻ്റെ ലാപ്ടോപ്പ്, ഹാർഡ് ഡ്രൈവ് മറ്റേ സിനിമകൾ ഹാർഡ് ഡ്രൈവ് സൂക്ഷിച്ച് നടക്കുന്ന സമയം, സൺഗ്ലാസ്, വിലപ്പെട്ട എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കർ എല്ലാ സാധനവും പോയി. അപ്പം ഞങ്ങൾ ഇതുപോലെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പം മറ്റേ മുംബൈ പോലീസ് സെറ്റപ്പാണ്. അവർ ഇവർക്ക് ബേസിക്കലി FIR ഫയൽ ചെയ്യണ്ട, എങ്ങനെയെങ്കിലും ഞങ്ങളെ കൊണ്ട് പരാതിയൊന്നുമില്ല എന്ന് പറയിക്കണം. ഞങ്ങൾക്കാണെങ്കിൽ കയ്യിലുള്ള എല്ലാ സാധനവും പോയിട്ടിരിക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ട് നമ്മൾ കൺവിൻസ് ആവുന്നില്ല. ഞാനും എൻ്റെ റൂംമേറ്റ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ ഡ്രാമ സ്കൂളിൽ ഒരു പ്രൊഫസറും കൂടെ വന്ന് 3 പേരോട് എങ്ങനെയൊക്കെ ആയാലും സാറുമാർ വരണം എന്നുള്ള ഇത് നമുക്ക് പരാതി ഉണ്ട് എന്നുള്ളതിൽ തന്നെ. അപ്പോൾ അവരൊന്നും അങ്ങനെയാണെങ്കിലും ഓക്കെ, പരാതി നിങ്ങളുടെ എടുത്തു നോക്കാം, ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ സാധനം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 11:15 ഇപ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ഇന്ന് രാത്രി തന്നെ സാധനം കണ്ടുപിടിക്കും എന്ന് അവരപ്പോഴും പറയുന്നുണ്ട്. നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പോയി പിന്നെ ഒരു 1:45, 3:15, വെളുപ്പിന് 4:30 ഈ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ ഫോണിൽ പോലീസിൻ്റെ കോള് വരും. നിങ്ങളുടെ സാധനം കിട്ടിയിട്ടുണ്ട്, വരാൻ പറയും. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടൊന്നും വിചാരിച്ചു. സിൽവർ കളറിലെ HP ലാപ്ടോപ്പ്, അവിടെ ചെന്ന് പറയുമ്പോൾ കറുത്ത കളറിലെ ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പ് കാണിക്കും. ഇതല്ലേ നിങ്ങൾ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു. ഈ ടോർച്ചർ 2 ദിവസം കണ്ടിന്യൂ ചെയ്തു. അവസാനം നമ്മൾ തന്നെ പറഞ്ഞ് സാറ് വിട്ടേക്ക്, സാധനം പോയത് പോട്ടെ, ഈ വരവ് വരാൻ വയ്യ എന്നുള്ള. ഇതാണ് കുറച്ചുകൂടെ നല്ല പോലീസ് അനുഭവം അല്ലേ? അത് ഭയങ്കര ടോർച്ചറായിരുന്നു അവർക്ക്. ഇനി അടുത്ത സിനിമാ പ്ലാനുകൾ എന്താണ്? ദിലീഷേട്ടൻ്റെ അടുത്തൊരു ഡയറക്ടോറിയലിന് നമ്മളെല്ലാവരും എല്ലാവരുടെയും ചോദ്യം കേട്ട് അടുത്താണ് ചോദ്യം. മധ്വാചരങ്കനെ പോലും ചോദിച്ചിട്ടിരിക്കുക. ഫസ്റ്റ് ചോദ്യം ഞാനും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് തന്നെയാണ് കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു പ്ലോട്ടിൽ എത്തിയിട്ടുണ്ട്. അത് എഴുത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ കുറച്ച് പണികളും കൂടെ കറക്റ്റാവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതെ, ശ്യാമും പോൾസൺ എന്നും കൂടെ ഉണ്ട്. അവർ 2 പേരും കൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷത്തോടെ അവസാനമൊക്കെ ആയിട്ട് തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത വർഷം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ഇനി ആക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഘടകമാണ്. അതനുസരിച്ച് റോഷൻ്റെയോ അടുത്ത പ്ലാനുകൾ? ഇപ്പോൾ ഒരു ഷൂട്ട് തുടങ്ങാൻ നിൽക്കുന്നു മലയാളത്തിൽ, ചത്താപ്പച്ച എന്ന് പറഞ്ഞ പടം. ബോക്സിംഗ് അത് WWE പരിപാടി. കുറച്ച് പിള്ളേർ ചേർന്നിട്ടൊരു ഹോം മെയ്ഡ് WWE സെറ്റപ്പ് ഉണ്ടാക്കുന്നു. ഒരു ആക്ഷൻ കോമഡി പരിപാടിയാണ്. ഷാഹിക്കയുടെ അടുത്ത പ്ലാൻസ്? ഇതിലുണ്ട് 2 കഥകളുണ്ട്. ഇമീഡിയറ്റ്ലി ഡയറക്ടോറിയലാണോ അതോ ഡയറക്ഷൻ ഇനി കുറച്ചാൾ
മറ്റേ സുഖമല്ലേ? വേണ്ട മതി. റൈറ്റിംഗ് സുഖമാണ്, ചുമ്മാ സെറ്റിൽ ചെന്ന് തള്ളിക്കൊണ്ടിരുന്നാ മതി. ജിഷൻ വേറെ അപ്പോൾ ആക്ടിങ് കമ്മിറ്റ്മെന്റ്സും ഉണ്ടോ ഇതിന്റെ കൂടെ? ഉണ്ട്. ഞാൻ ഇപ്പം ലിയോ തദേവ്സിൻ്റെ ഒരു സിനിമയാണ് ഇപ്പം ഈ ആഴ്ച ജോയിൻ ചെയ്യും. അപ്പോൾ റോന്ത് 13th റിലീസ് ആവുകയാണ്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നിങ്ങൾ രണ്ടുപേരും നൈറ്റ് പെട്രോളിന് ഇറങ്ങുന്ന ഉള്ള അനുഭവങ്ങളാണ് സിനിമയിലൂടെ പറയുന്നത്. വേറെ എന്താണ് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാനുള്ള സിനിമ? ഓഫീസർ ഓൺ ഡ്യൂട്ടി അല്ല, കുറ്റാന്വേഷണമല്ല, ത്രില്ലർ അല്ല, ഇത് പ്രേക്ഷകർ അറിയും. അങ്ങനത്തെ ഒരു സിനിമ പ്രതീക്ഷിക്കേണ്ട ഒരു ഡ്രാമയാണ്, ക്യാരക്ടർ ഡ്രിവണാണ്. പക്ഷെ നല്ലൊരു പ്ലോട്ടാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് പടം. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് നല്ലൊരു സിനിമയാണെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. നല്ല പെർഫോമൻസുകൾ ഉണ്ടാവും, നല്ല സ്ക്രീൻ പ്ലേയും, അങ്ങനെ ഡെപ്തുള്ള ഒരു പടമാണ്. ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് കോപ്പ് അല്ലെങ്കിൽ ഒരു കോപ്പ് കാറ്റഗറിയിലുള്ളൊരു പടം തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ധൈര്യമായിട്ട് വന്ന് കാണാൻ തന്നെയാണ് കരുതുന്നത്. ഒരു മിക്സ്ഡ് ബാഗ് ഓഫ് ഇമോഷൻസ് എന്നുള്ള പരിപാടി. എനിക്ക് ആദ്യം ഈ കഥ ഷായി പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്ത സാധനം അതാണ്. ഇനി പോലീസുകാരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു കൺട്രോളും ഇല്ലല്ലോ. നെക്സ്റ്റ് വരാൻ പോകുന്ന വിളി എന്താ, നെക്സ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കേസ് എന്താ. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിൽ അനുവദനീയമാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു എലിമെന്റ് എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പൊ അതൊരു സിനിമയിൽ തിയേറ്ററിലൊക്കെ പോയിരുന്ന് കാണുകയാണെങ്കിൽ അത് എനിക്ക് ഫ്രഷ് ആയിട്ട് തോന്നുമെന്നും അത് ഞാൻ എൻജോയ് ചെയ്യുമെന്നും ഒക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ ആൾക്കാർക്ക് അത് വർക്കാവും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. പടം ഒരു ഗംഭീര വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.